തുടരുന്നതോടുകൂടി യുദ്ധത്തിൽ ഒരു സമാധാനത്തിലുള്ള ശ്രമങ്ങൾ എല്ലാ ഭാഗത്തും നടന്നൊരവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. മാത്രമല്ല ഈ അക്രമങ്ങളുടെ ഇന്റൻസിറ്റിയും തീവ്രതയും പല ഭാഗങ്ങളിലായിട്ട് കൂടിയിട്ടുണ്ട്. ഇന്നലെ മിഡിൽ ഈസ്റ്റിലും ഗൾഫ് മേഖലയിലെല്ലാം വലിയ തോതിലുള്ള ആക്രമണം നടന്നിട്ടുണ്ട്. വലിയ തോതിൽ അതിന്റെ ശക്തി കൊണ്ടല്ല, അതിന്റെ സ്പ്രെഡ് കൊണ്ട് വലിയ രീതിയിൽ ആക്രമണം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു വസ്തുത പറയുകയാണെങ്കിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ളൊരു ലോ ഗ്രേഡ് യുദ്ധം എത്രത്തോളം തുടർന്നു പോകുന്നു എന്നുള്ളതാണ് ഇറാന്റെ ഈ യുദ്ധത്തിലെ വിജയത്തിന്റെ ഒരു രഹസ്യമായി അവർ കണക്കാക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ലോ ഗ്രേഡ് ഫീവർ, ഒരു ചെറിയ പനി നിലനിർത്തുക മേഖലയിൽ എന്നുള്ളതാണ് ഇറാന്റെ ഒരു രീതി. കാരണം തീർച്ചയായിട്ടും അമേരിക്കയ്ക്കുള്ള വലിയ രാജ്യത്തോട് കിടപിടിച്ചു നിൽക്കാൻ ഇറാന് സാധിക്കില്ല. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു യുദ്ധ സ്ട്രാറ്റജി ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. അത് ഒരു പരിധിവരെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയൊരു ന്യൂസൻസ് ആവുന്നുണ്ട്. ഈ മേഖലയിൽ മൊത്തം ട്രേഡും അതേപോലെ ഒട്ടനവധി കാര്യങ്ങൾ ഈ മേഖലയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് തന്നെ വലിയ രീതിയിൽ ലോകത്തിലെ സാമ്പത്തിക രംഗത്ത് തന്നെ വലിയ രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെ അതുകൊണ്ടാണ് ട്രംപ് പറഞ്ഞത് മറ്റു ലോക രാജ്യങ്ങളോട് ഈ ഹോർമോസ് കടലിടുക്കിൽ മറ്റു രാജ്യങ്ങൾ ഇടപെടണമെന്നത്. പക്ഷെ ട്രംപിന്റെ ഈ ആഹ്വാനത്തോട് വലിയ രീതിയിലുള്ള ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഒന്നും ഒരു രാജ്യത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇതിലൊരു യുദ്ധം നിർത്തണമെങ്കിൽ ഇപ്പോഴത്തെ ഏറ്റവും ആവശ്യം ഒരു ന്യൂട്രൽ മീഡിയേറ്റർ ഇതിനിടയ്ക്ക് വർക്ക് ചെയ്യാനുള്ളതാണ്. ഇപ്പൊ ഇത്രയും കാലം ഉണ്ടായിരുന്നത് അറബ് മേഖലയിൽ നിന്നുള്ള ഒമാൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളാണ്. പക്ഷെ അവരും യുദ്ധത്തിന്റെ ഭാഗമായതിലൂടെ ഒരു ന്യൂട്രൽ മീഡിയേറ്റർ ഇല്ല എന്നുള്ള വലിയൊരു പ്രതിസന്ധി ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ്ലി ഒരു യുദ്ധവിരാമത്തിനുള്ള സാധ്യത മുമ്പിൽ കാണുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പറയുന്നത് പോലെ താങ്കൾ സൂചിപ്പിച്ചു ഈ അടുത്ത കാലത്തൊന്നും ഒരു യുദ്ധം നിർത്തലാക്കുന്നതിനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി അത് വലിയ രീതിയിൽ തന്നെ രൂക്ഷമാവുകയില്ലേ? നമുക്കറിയാം ഈ കേരളത്തെ പോലെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ പാചകവാതകം ലഭിക്കാത്ത വലിയൊരു ദുഷ്കരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും ലോകം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് ഓൾറെഡി കടന്നു പോകുന്നത്. അത് ലോക സാമ്പത്തിക രംഗം എന്നത് രണ്ട് യുദ്ധങ്ങളുടെ, അതായത് റഷ്യ ഉക്രൈൻ യുദ്ധം അതുപോലെ പലസ്തീൻ വാറിനും ഇടയ്ക്ക് കിടന്ന സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വലിയ ഒരു യുദ്ധം കൂടി ലോകത്തിന് മേലെ അടിച്ചേൽപ്പിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച രണ്ട് യുദ്ധം പോലെയല്ല. പ്രത്യേകിച്ചും ഈ ഗൾഫ് ആണ് ലോകത്തിന്റെ ഇന്ധന ഭരണി എന്നത്. അവിടെ നിന്നാണ് ലോകത്തെ എല്ലാ ഭാഗത്തേക്കും ഗ്യാസും അതേപോലെ പെട്രോളും കൊണ്ടുപോകുന്നത്. ചൈന അടക്കമുള്ള ഇന്ത്യ അടക്കമുള്ള വൻ ശക്തികൾക്ക്, അതായത് സാമ്പത്തികത്തെ ലോക സമ്പദ് വ്യവസ്ഥയെ പൂൾ ചെയ്യുന്ന, വലിച്ചു കൊണ്ടുപോകുന്ന രാജ്യങ്ങളാണ് ചൈനയും ഇന്ത്യയൊക്കെ. അവർക്ക് ഇടയിൽ മേലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ, പ്രത്യേകിച്ച് ഇന്ധന മേഖലയുടെ സമ്മർദ്ദങ്ങൾ തീർച്ചയായിട്ടും ഈ ലോകത്തെ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിക്കും. കാരണം ഇത്തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥയിലുള്ള ഇമ്പാക്ട് എല്ലാം നമുക്ക് അറിയണമെങ്കിൽ ഒരു ഓവർനൈറ്റ് അല്ലെങ്കിൽ ഒരു രാത്രി കൊണ്ട് അറിയുന്നതല്ല, ഒരു ക്രമേണ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഒരു ലോ ഗ്രേഡ് ഫീവർ പോലെ, ഒരു ചെറിയ പനി പോലെ അങ്ങനെ തുടർന്നു പോയാണ് ലോക സാമ്പത്തിക രംഗം തീർച്ചയായിട്ടും വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇതിലിപ്പോൾ ഇത്രയും ദിവസമായി യുദ്ധം നീണ്ടു നിൽക്കുകയാണ്. ഇസ്രയേലും അമേരിക്കയും ഒത്തു നിന്നിട്ട് പോലും ഇറാനെ തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇറാനും അടിക്കടി തന്നെ തിരിച്ചടികൾ നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ മാറിയാൽ എത്രത്തോളം കാര്യങ്ങൾ രൂക്ഷമാകുമെന്നുള്ളതിനൊരു ഉദാഹരണം കൂടെ ആവുകയാണിത്. തീർച്ചയായിട്ടും ഇതിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നിലപാട്, ഇതിൽ ഒരു പ്രധാന പ്രശ്നം എന്നത് ഇതിൽ ഒരു കൃത്യമായ ലക്ഷ്യമില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അമേരിക്ക എന്താണ് ഈ യുദ്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റെജീം ചേഞ്ച് ആണോ, അല്ലെങ്കിൽ ഇറാൻ നിജായിതീകരിക്കലാണോ? ഇത്തരത്തിലുള്ള ഒരു ലക്ഷ്യമില്ലാത്ത ഒരു യുദ്ധമാണ് അമേരിക്ക ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് പോയിന്റിൽ വെച്ച് ഈ യുദ്ധത്തെ അവസാനിപ്പിക്കണം എന്നുള്ളത് ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അമേരിക്കയുടെ ലക്ഷ്യവും ഇസ്രായേലിന്റെ ലക്ഷ്യവും ഒരു സ്ഥലത്ത് കൺവേർജ് ചെയ്യുന്നില്ല. അത് രണ്ടും കൂട്ടിമുട്ടുന്നില്ല. ഇസ്രായേലിന്റെ ലക്ഷ്യം ഇറാനെ തകർത്ത് തരിപ്പണമാക്കുക എന്നതാണെങ്കിൽ അമേരിക്കയ്ക്ക് അത്തരത്തിലുള്ള ലക്ഷ്യമല്ല നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധം തുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന ലക്ഷ്യമല്ല യുദ്ധം പുരോഗമിക്കുമ്പോൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം നേരത്തെ നമ്മൾ തുടങ്ങി വെച്ചതുപോലെ എപ്പോഴും അവസാനിപ്പിക്കണം എന്നത് യുദ്ധം തുടങ്ങിയവർക്ക് അറിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.